ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു 10 ഫ്രേസുകളാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഫ്രേസാണ് എന്ത്? ഫോർ സം റീസൺ. ഫോർ സം റീസൺ. ഇവിടെ എസ് ചേർക്കരുത്, ഫോർ സം റീസൺസ് എന്ന് പറയരുത്. കാരണം ഫോർ സം റീസൺ എന്ന് പറയുന്ന ഈ 3 വേർഡ്സിൽ അടങ്ങുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് ഫോർ സം റീസൺ. ഫോർ സം റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കാരണത്താൽ അല്ലെങ്കിൽ എന്തോ കാരണവശാൽ. ഒരു ഉദാഹരണം പറയാം. ഹി ക്വിറ്റ് ദ ജോബ് ഫോർ സം റീസൺ. അവൻ എന്തോ കാരണവശാൽ അല്ലെങ്കിൽ അവൻ എന്തോ കാരണത്താൽ അവൻ അവൻ്റെ ജോലി ഒഴിവാക്കി, വിട്ടു. ഇനി ഒരു ഉദാഹരണം പറയാം. ഹി ഈസ് നോട്ട് പ്ലേയിങ്. ഹി ഈസ് നോട്ട് പ്ലേയിങ് ഫോർ സം റീസൺ. എന്തോ കാരണത്താൽ അല്ലെങ്കിൽ എന്തോ കാരണവശാൽ അവൻ കളിക്കുന്നില്ല. അവൻ കളിക്കുന്നില്ല. ഓക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് ആണ് ആസ് ഫാർ ആസ് ഐ നോ. ആസ് ഫാർ ആസ് ഐ നോ എന്ന് വെച്ചാൽ എനിക്കറിയാവുന്നിടത്തോളം. ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലേ? ആസ് ഫാർ ആസ് ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് എ ഗുഡ് ടീച്ചർ. എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ നല്ലൊരു ടീച്ചറാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആസ് ഫാർ ആസ് ഐ നോ ഷീ ഈസ് എ ഗുഡ് ഡോക്ടർ. എനിക്ക് അറിയാവുന്നിടത്തോളം അവൾ ഒരു നല്ലൊരു ഡോക്ടറാണ്. ഓക്കെ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ്. ആസ് ഫാർ ആസ് ഐ നോ, എനിക്കറിയുന്നിടത്തോളം. അതുപോലെ ഫോർ സം റീസൺ, എന്തോ കാരണത്താൽ. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഫ്രേസാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തോടെ. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഐ സോൾവ് ദ പ്രോബ്ലം വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ടീച്ചർ. ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്തു. എങ്ങനെ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ ടീച്ചർ. എൻ്റെ ടീച്ചറിൻ്റെ സഹായത്തോടെ. കേട്ടോ, വിത്ത് ദ ഹെൽപ്പ് ഓഫ്, സഹായത്തോടെ. ഓക്കെ. നമുക്ക് എങ്ങനെയും പറയാം. ഇനി പറയാം ഐ റോട്ട് എ സ്റ്റോറി. ഐ റോട്ട് എ സ്റ്റോറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ സിസ്റ്റർ, മൈ ബ്രദർ. എൻ്റെ ബ്രദറിൻ്റെ സഹായത്തോടെ ഞാൻ ഒരു സ്റ്റോറി എഴുതി. ഓക്കെ. നമുക്ക് എങ്ങനെയും എത്രയും സെൻറ്റൻസുകൾ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മുടെ നാലാമത്തെ സെൻറ്റൻസ് നോക്കാം, ഫ്രേസ് നോക്കാം. അതാണ് ഫോർ ദ സേക്ക് ഓഫ്. എന്താണ്? ഫോർ ദ സേക്ക് ഓഫ്. ഫോർ ദ സേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മക്കായി. എന്താണ്? നന്മക്കായി. ഒരു ഉദാഹരണം നോക്കാം. ഐ ഹാവ് ഡൺ ദാറ്റ്. ഞാനത് ചെയ്തു അല്ലെങ്കിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. ഫോർ ദ സേക്ക് ഓഫ് മൈ ഫാമിലി. എൻ്റെ ഫാമിലിയുടെ നന്മക്കായി ഞാനത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ലതിനായി, നന്മക്കായി എന്ന് പറയാം. ഓക്കെ. എന്താണ്? ഫോർ ദ സേക്ക് ഓഫ്. ഫോർ ദ സേക്ക് ഓഫ്, നന്മക്കായി. ഐ ഹാവ് ഡൺ എവ്രിതിങ് ഫോർ ദ സേക്ക് ഓഫ് മൈ ഫ്രണ്ട്സ്. എൻ്റെ ഫ്രണ്ട്സുകളുടെ നന്മക്കായി ഞാൻ എല്ലാം ചെയ്തു അല്ലെങ്കിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മുടെ അഞ്ചാമത്തെ ഫ്രേസാണ് ഇൻ ദ മിഡിൽ ഓഫ്. ഇൻ ദ മിഡിൽ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫ്രേസാണ്. ഇൻ ദ മിഡിൽ ഓഫ്. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. ഹി വാസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്. അവൻ റോഡിൻ്റെ നടുവിൽ നിൽക്കുകയായിരുന്നു. അവൻ റോഡിൻ്റെ നടുവിൽ നിൽക്കുകയായിരുന്നു. ഇനി നമ്മുടെ ആറാമത്തെ ഫ്രേസാണ് ഇൻ ദ ഷെയ്ഡ്. ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണലിൽ. ഇൻ ദ ഷെയ്ഡ്, തണലിൽ. ഉദാഹരണം നോക്കാം. ഈസ് സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ്. അല്ലെങ്കിൽ പറയാം ഷീ ഈസ് പ്ലേയിങ് ഇൻ ദ ഷെയ്ഡ്. ഈ സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ അവൻ തണലിൽ ഇരിക്കുകയാണ്. വി ആർ പ്ലേയിങ് ഇൻ ദ ഷെയ്ഡ് അല്ലെങ്കിൽ ദേ ആർ പ്ലേയിങ് ഇൻ ദ ഷെയ്ഡ്. ദേ ആർ സിറ്റിംഗ് ഇൻ ദ ഷെയ്ഡ്. അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഇടാൻ കഴിയും. ഇനി നമ്മുടെ അടുത്ത ഫ്രേസാണ് ഇൻ ദ മീൻ ടൈം. ഇൻ ദ മീൻ ടൈം. ഇൻ ദ മീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ എന്നർത്ഥം. അതിനിടയിൽ. ഒരു ഉദാഹരണം നോക്കാം. ഐ വാസ് വാഷിംഗ് മൈ കാർ. ഐ വാസ് വാഷിംഗ് മൈ കാർ. ഞാൻ എൻ്റെ കാറ് കഴുകുകയായിരുന്നു അല്ലെങ്കിൽ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടക്ക് അവൻ വന്നു. അതിനിടക്ക് അവൻ എൻ്റെ വീട്ടിൽ വന്നു. ഇൻ ദ മീൻ ടൈം ഹി കെയിം ടു മൈ ഹൗസ്. ഇൻ ദ മീൻ ടൈം ഹി കെയിം ടു മൈ ഹൗസ്. ഇവിടെ നമുക്ക് ഇൻ ദ മീൻ ടൈം നമുക്ക് സിമ്പിളായിട്ട് വെൻ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ? ഐ വാസ് വാഷിംഗ് മൈ കാർ വെൻ ഹി കെയിം ടു മൈ ഹൗസ്. അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ കാറ് കഴുകുകയായിരുന്നു. ഓക്കെ. പക്ഷേ ഇൻ ദ മീൻ ടൈം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഐ വാസ് വാഷിംഗ് മൈ കാർ. ഞാൻ എൻ്റെ
കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവൻ വന്നു. ഇൻ ദ മീൻ ടൈം ഹീ കെയിം ടു മൈ ഹൗസ്. ഇനി നമ്മുടെ എട്ടാമത്തെ പ്രധാനപ്പെട്ട ഫ്രേസ് ആണ് ഇൻ എ ഹറി. ഇൻ എ ഹറി. ഇൻ എ ഹറി എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ച്. ചില ആളുകൾ എപ്പോഴും തിരക്ക് പിടിച്ച് അല്ലേ, തിരക്ക് പിടിച്ച്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, where are you going in a hurry? Where are you going in a hurry? തിരക്ക് പിടിച്ച് നീ എവിടേക്കാണ് പോകുന്നത്? Where are you going in a hurry? ഇനി അടുത്താണ് by mistake. എന്താണ്? അബദ്ധത്തിൽ. I did that. ഞാനത് ചെയ്തു. I did that by mistake. എന്താണ്? അബദ്ധത്താൽ ഞാൻ അത് ചെയ്തു എന്നർത്ഥം. ഓക്കെ, I did that by mistake. ഇനി നമ്മുടെ പത്താമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്രേസ് ആണ് in a couple of days. In a couple of days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രേസുകളുണ്ട്. നമ്മൾ പറയാം in 2 days എന്ന് പറയാം, within 2 days എന്ന് പറയാം. അതുപോലെ in a couple of days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി സ്റ്റാൻഡേർഡായി. in a couple of days. ഞാൻ ഒരു ഉദാഹരണം പറയാണ്, ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിയിട്ട് ഒരു 10 വർഷമായല്ലോ. ഇപ്പോഴത്തെങ്ങാനും തരാനുള്ള ഉദ്ദേശമുണ്ടോ 100 രൂപ? പറയാണ്, എക്സ്ക്യൂസ് മീ, ഐ വിൽ ഗിവ് യു ദാറ്റ് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഞാൻ അത് നിങ്ങൾക്ക് തരും ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരും. ഓക്കെ, 100 rupees. ക്ലിയർ? ഇനി നിങ്ങൾ ഒരു 2-3 സെന്റൻസ് ഉദാഹരണങ്ങൾ എഴുതിയിട്ട് ജസ്റ്റ് കമന്റ് ബോക്സിലേക്ക്, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു എവരിവൺ.